ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ 21 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. എൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് പേരൻസ് തന്നെയാണ്. ആദ്യം എൻ്റെ റൂമിലേക്ക് പേരൻസ് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു അവരുടെ പെൺകുട്ടി 3 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പോൾ അവർ വേണ്ടാന്നാണ് പറയണത്. അതായത് ഈ ബന്ധം വേണ്ട, പയ്യനെ എനിക്ക് ഒഴിവാക്കണം എന്നാണ് പറയണത് എന്ന് പറഞ്ഞു. അപ്പം പേരൻസ് രണ്ടുപേരും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആക്ച്വലി എന്താണ് പ്രശ്നം എന്ന് പേരൻസിനും വ്യക്തമായ ധാരണയില്ല. അങ്ങനെ പെൺകുട്ടിയെ റൂമിലേക്ക് വിളിച്ചു, എൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരും, ഒരു ഫേസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വന്നിരിക്കുമ്പോൾ എന്നെ നോക്കണ പോലും ഇല്ല, മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. തല ഇങ്ങനെ താഴ്ത്തിയിട്ട് വന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം മുഖഭാവമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഈ ലോകത്ത് ആർക്കും മനസ്സിലാവാൻ പോണില്ല, നിങ്ങളൊന്നും ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഉള്ള പോലത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ആ പെൺകുട്ടി ഉള്ളത്. അപ്പോൾ വന്ന് ആ കുട്ടി ഇരുന്ന് അതിനുശേഷം ഫാദർ പറഞ്ഞു ഞാനെന്നാൽ കുറച്ചു നേരം പുറത്തിരിക്കുക, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് മദറിനെയും കുട്ടീനെയും എൻ്റെ റൂമിൽ ഇരുത്തിയിട്ട് ഫാദർ പുറത്തേക്ക് ഇരുന്നു. അങ്ങനെ മദർ പറഞ്ഞു, മാഡം ഇവർ 3 മാസമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു നല്ല അടുപ്പുണ്ടാവാനോ ഒരു നല്ല രീതിയിൽ ബോണ്ടിങ് വരാനോ ആയിട്ടുള്ള ഒരു സമയം പോലും ആയിട്ടില്ല. ഈ ഒരു 3 മാസത്തിന്റെ ഇടയിൽ എന്ത് കണ്ടിട്ടാണ് ഇവനെ ഒഴിവാക്കണം എന്ന് പറയണതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവണില്ല. നിങ്ങൾ തന്നെ ഒന്ന് അവളോട് സംസാരിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. മദർ പുറത്തേക്ക് ഇരുന്നതിന് ശേഷം ഞാൻ ഈ കുട്ടിയെ നോക്കിയിട്ടൊന്നും ഇവള് മുഖത്തേക്കൊന്നും നോക്കുന്നില്ല, ഒന്നും തന്നെ പറയുന്നൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ തെറാപ്പിയിലെ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നൊക്കെ പറയുന്ന ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഞാൻ അവളോട് പറഞ്ഞു, എനിക്കും നിൻ്റെ പ്രായത്തിലൊരു അനിയത്തി ഉണ്ട്, ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നെ കാണുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് തുറന്ന് പറയണം. ജീവിതത്തിൽ നമുക്കൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങൾ വരാം, ചിലപ്പോൾ ചില അവസ്ഥകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പറയാൻ, ചിലപ്പോൾ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല, ചിലപ്പം വേറെ ഒരാൾക്കും അത് മനസ്സിലാവണമെന്നില്ല, നമുക്ക് ചിലപ്പോൾ അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനും ചിലപ്പം പറ്റണം എന്നില്ല. പിന്നെ ജീവിതത്തിൽ ഓരോ സമയത്ത് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ, ഇപ്പം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുത്തത് തെറ്റായി പോയി എന്ന് പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അപ്പം നിനക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അപ്പം നീ ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട് ആ ആളെ, ഹസ്ബൻഡിനെ, പക്ഷെ ഓക്കെ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല, പക്ഷെ എനിക്ക് കാര്യകാരണങ്ങൾ കറക്റ്റ് പറഞ്ഞു തന്ന് എന്തുകൊണ്ടാണ് നീ വേണ്ടാന്ന് പറയണത് എന്ന് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. അങ്ങനെ ചെയ്താൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്തായാലും പേരൻസ് രണ്ടുപേരുടെ അടുത്തുനിന്ന് ഞാനൊരു ഐഡിയ, ഈ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റിയെ പറ്റി ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഒരു തെറാപ്പി ടെക്നിക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു 20 മിനിറ്റ്സോളം ഞാൻ ഇതേപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ഓരോ അബദ്ധങ്ങൾ വരാം, ഇപ്പം നീ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഇപ്പം ശരിയെന്ന് നമുക്ക് ചിലപ്പം തോന്നാം, ഇപ്പോഴത്തെ ഒരു വാശിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സങ്കടത്തിൻ്റെ പുറത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നാളെ പിറ്റേന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ അയ്യോ ഞാനത് ചെയ്യണ്ടായിരുന്നു, അത് തെറ്റായിപ്പോയി എന്ന് ചിലപ്പം തോന്നിയേക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ കുട്ടീനോട് പറഞ്ഞു, ഇപ്പം എടുക്കുന്ന തീരുമാനം, ഇപ്പോൾ ഒഴിവാക്കുക ആയിക്കോട്ടെ, ഇപ്പം എടുക്കുന്ന തീരുമാനം പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് ഒരിക്കലും കരുതാൻ പാടില്ല. അത്രയും ഉറപ്പിച്ച് വേണം തീരുമാനം എടുക്കാൻ. അതിന് കൺവിൻസിങ് ആയ ഫാക്റ്റുകൾ എനിക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം, ഞാൻ പേരൻസിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവള് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മാഡം, അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു എന്താ പറയാൻ പോണെന്നറിയാം. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും എൻ്റെ പ്രശ്നം മനസ്സിലാവില്ല, എനിക്ക് ഇത് ആരോടും പറയാനും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, നീ എന്നോട് പറയ്, എന്താണ്, ഞാനൊന്ന് കേൾക്കട്ടെ. നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം നമ്മൾ മാത്രമേ അറിയുള്ളൂ, ആരും അറിയില്ല, ഞാൻ അവരോട് പോലും വേണമെങ്കിൽ പറയണില്ല, നീ കാര്യം പറയ്, എന്താണെന്ന് അറിഞ്ഞാലല്ലേ. അവരിപ്പോൾ കരുതുന്നത് നിൻ്റെ പക്വതയില്ലായ്മ കാരണമാണ് നീ ഒഴിവാക്കുന്നത് എന്നാണ്. അങ്ങനെ നീ വാശി പിടിച്ച് ഒഴിവാക്കുകയാണെന്നുള്ളൊരു ചിത്രം നമുക്ക് വരുത്തണ്ട. എന്തെങ്കിലും കാര്യപ്പെട്ട കാരണങ്ങൾ ഉണ്ടെങ്കിൽ നീ പറ, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വീണ്ടും ആ കുട്ടി പറഞ്ഞു, ഇല്ല മാഡം, എൻ്റെ പ്രശ്നം ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ 1 മിനിറ്റ് നേരം ഇവള് തല താത്തി ഇങ്ങനെ തന്നെ ഇരുന്നു. അതിനുശേഷം പിന്നെ സ്ലോലി പറയാൻ തുടങ്ങി. ആക്ച്വലി ഈ കുട്ടിക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചാൽ
കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതുപോലെ ഭയങ്കരമായ എക്സ്പെക്റ്റേഷൻസും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഭയങ്കര സന്തോഷമുള്ള കുറേ എക്സ്പെക്റ്റേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു ഇതും. കല്യാണത്തിനോട് ഒരു പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹാപ്പി ലൈഫ് വരും എന്നും സന്തോഷം ഉണ്ടാവും എന്നും ഒക്കെ പ്രതീക്ഷിച്ച് പോയൊരു കുട്ടിയാണ്. പേരൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഒരു കല്യാണാലോചന വന്ന സമയത്ത് ആ ആളെ തന്നെ പേരൻസിന് എല്ലാവർക്കും ഇഷ്ടമായി, കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം എന്നാൽ പിന്നെ എനിക്കും കുഴപ്പമൊന്നുമില്ല, കാണാനും പ്രശ്നമൊന്നുമില്ല, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സ്മാർട്ടാണ്, കുഴപ്പമൊന്നുമില്ല, എഡ്യൂക്കേറ്റഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കുടുംബം. അപ്പോൾ ഈ കുട്ടിയും സമ്മതിച്ചു. പക്ഷേ ഈ കുട്ടിക്ക് ഉണ്ടായ അനുഭവങ്ങൾ ശരിക്കും ഞാൻ തന്നെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ കല്യാണം കഴിച്ച പയ്യന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ വേറെ പുറത്ത് കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളല്ല, പക്ഷെ ബെഡ്റൂമിൽ കുറേ ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ സെക്ഷൽ പ്രാക്ടീസുകൾ ചെയ്യണമൊക്കെ സെക്സിൻ്റെ സമയത്തൊക്കെ എന്തൊക്കെയോ വേറിട്ട ചിന്താഗതികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായ സെക്ഷൽ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. എന്താണ് സെക്സ് എന്നോ കല്യാണത്തിന് ശേഷം എന്തൊക്കെയാണ് നടക്കുക, എന്തൊക്കെ പാടില്ല ഒന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം ഈ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ആദ്യ രാത്രി മുറിയിലേക്ക് വന്ന സമയത്ത് ഈ പെൺകുട്ടിയെ സംസാരിച്ച് നമ്മളൊക്കെ പ്രതീക്ഷിക്കുമല്ലോ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിങ്കിൾ ചെയ്ത് സംസാരിച്ച് കുറച്ച് അടുപ്പൊക്കെ ആയതിനു ശേഷമാണ് സെക്ഷൽ ലൈഫിലേക്കൊക്കെ റൊമാൻസും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് പരസ്പര സമ്മതത്തോടു കൂടിയാണ് സെക്ഷൽ ലൈഫിലേക്ക് ഇറങ്ങാന്നൊക്കെ. അപ്പം ഈ കുട്ടിയും അതേപോലെയൊക്കെ തന്നെയായിരുന്നു ധരിച്ചിരുന്നത്. പക്ഷേ ഈ പയ്യൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും ഈ കുട്ടീനോട് ഒന്നും സംസാരിച്ചിട്ടില്ല. ആ റൂമിലേക്ക് കയറി വന്നതിന് ശേഷം ഫോഴ്സ്ഫുള്ളി ഈ കുട്ടിയുടെ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഊരുക, എന്നിട്ട് സിനിമ സ്റ്റൈലിൽ എന്തോ പോലെ ഈ കുട്ടീനെ ബെഡിൽ കെടുത്തുക, എന്നിട്ട് ദൂരേന്ന് ഓടി വന്നിട്ട് ചാടുക, അങ്ങനെ എന്തെല്ലൊക്കെയോ. എന്നിട്ട് പിന്നെ ആ പയ്യൻ്റെ തല പോയി ഇടിച്ചു. ഇവൾക്ക് ആകെ എന്താണ് ഈ നടക്കണതെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ ആകെ പേടിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് പേരൻസിനോട് പറഞ്ഞിരുന്നോ, നിൻ്റെ മദറിനോട് പറഞ്ഞിരുന്നോ ഫസ്റ്റ് നൈറ്റിന് ശേഷം ഇങ്ങനെയൊക്കെ കുറേ ഞാൻ പേടിച്ചു പോയി, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നോ? അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ഇങ്ങനെ മാഡത്തിനോട് ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ എല്ലാം പറയാൻ കഴിയണില്ല, എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ കുറച്ച് ഞാൻ പറയുമ്പോഴത്തേക്കും എൻ്റെ മദർ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടാവും, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, എല്ലാവർക്കും ഉള്ളതാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് സെക്സ്, ആണുങ്ങളായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ, അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇതാണ് എനിക്ക് കിട്ടിയ ഉത്തരം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, കല്യാണത്തിന് മുമ്പ്, അതായത് ഈ ഫസ്റ്റ് നൈറ്റ് മണിയറയിലേക്ക് പോകുന്നതിന് മുമ്പ് നിനക്ക് ആരെങ്കിലുമൊക്കെ ഈ സെക്ഷൽ ലൈഫിനെ പറ്റിയോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ലൈഫിനെ പറ്റിയിട്ടോ നിങ്ങളുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നതിനെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ തന്നിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനും അങ്ങനെ കുറേ ക്ലാസ്സുകളോ എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ഒരു അമ്മായി കല്യാണത്തിൻ്റെ അന്ന് രാത്രി എൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും കൂടി വന്നിരുന്ന് നമുക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് തമാശയാക്കി കുറേ ചിരിച്ചു. അപ്പം ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. ആക്ച്വലി മാഡം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു സെക്സിനെ പറ്റി. പക്ഷേ അമ്മായി പറഞ്ഞൊരു ഡയലോഗാണ്, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഞങ്ങളെക്കാളും കൂടുതൽ എല്ലാ കാര്യവും അറിയാം, അവർ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കുറച്ച് പറഞ്ഞു തരും. ഇങ്ങനെ പറഞ്ഞിട്ട് തമാശയാക്കി ചിരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കസിൻസോ അങ്ങനെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു, എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീലായിരുന്നു, എനിക്ക് അങ്ങനെ ചോദിക്കാനൊന്നും തോന്നിയില്ല. ഇവരാരും എനിക്ക് ഒന്നും പറഞ്ഞു തന്നില്ല. ഇവരെല്ലാവരുടെയും ധാരണ എനിക്ക് എന്തൊക്കെയോ അറിയാമെന്നാണ്. എനിക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മതപരമായ ക്ലാസ്സുകളോ ഒന്നും കിട്ടിയിട്ടില്ല അതിനെ പറ്റിയിട്ട്. എനിക്ക് അറിയില്ല ശരിക്കും സെക്സ് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതിൻ്റെ ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഇയാൾ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ആണ് ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് 2-3 വട്ടം മാത്രമേ ഇവർ തമ്മിൽ സെക്ഷൽ ലൈഫ് ഉണ്ടായിട്ടുള്ളൂ. അയാൾ വീട്ടിൽ വന്നിട്ടുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഈ കുട്ടി പേടിച്ചു പോയി. രണ്ടാമത്തെ പ്രാവശ്യം ഈ പേടി കാരണം ഈ കുട്ടി എന്താ ചെയ്തറിയോ, ഈ കുട്ടി എനിക്ക് മെൻസസ് ആണ്, എനിക്ക് പീരിയഡ്സ് ആണെന്ന് പറഞ്ഞിട്ട് സാനിറ്ററി പാഡ്സ് വെച്ചിട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു പീരിയഡ്സ് ആണെങ്കിൽ എന്നാൽ പിന്നെ സെക്സ് ചെയ്യൂലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അയാളോട് പറഞ്ഞിട്ട് അയാൾ അതൊന്നും മൈൻഡ് ആക്കാതെ അയാൾ അന്നും സെക്സ് ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യം ആ പയ്യൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കുട്ടിക്ക് പാനിക് അറ്റാക്സ് വരാൻ തുടങ്ങി.
ഈ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ഇങ്ങനെ തന്നെയാണോ മാഡം ശരിക്കും സെക്സ് എന്ന് പറഞ്ഞാൽ, എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണോ, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആകെ സങ്കടമായിരുന്നു ഈ കുട്ടിക്ക് പറയാനുണ്ടായിരുന്നത്. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെയല്ല ശരിക്കുള്ള സെക്ഷൽ ലൈഫ് എന്നും, എല്ലാവർക്കും ഇങ്ങനെയല്ല, എല്ലാ ആണുങ്ങളും ഇങ്ങനെയല്ല, നിനക്ക് ഉണ്ടായതൊരു വേറിട്ട അനുഭവമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ പേരൻസിന് രണ്ടുപേരെയും, മദറിനെയും ഫാദറിനെയും മുറിയിലേക്ക് വിളിച്ചു. അവളോട് കുറച്ചു നേരം പുറത്തിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ പേരൻസ് രണ്ടുപേരോടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പം മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഫാദറിനെയും മദറിനെയും ഇരുത്തി സ്വന്തം മോൾക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതെന്താ നിങ്ങൾ അറിയാണ്ട് പോയത്, തൻ്റെ മകൾ ഇങ്ങനെയും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, അവൾ ശരിക്കും അവൾക്ക് ഉണ്ടായത് ശരിക്കുള്ളൊരു, നമ്മൾ സെക്സ് എന്ന് പോലും പറയാൻ പറ്റില്ല, ഇതിനെ നമുക്ക് റേപ്പ് എന്നാണ് ശരിക്കും പറയാം. അതായത് ഫോഴ്സ്ഫുള്ളി അവളുടെ സമ്മതമില്ലാതെ പെയിൻഫുൾ ആയിട്ട് സെക്സ് ചെയ്യാനുണ്ടായത്, അവളുടെ സമ്മതം ഉണ്ടായിരുന്നില്ല, അവൾ ശരിക്കും പേടിച്ചിട്ടാണ്. അപ്പം ഇവളെ റേപ്പ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോൾ കല്യാണം കഴിച്ച ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ റേപ്പ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രോമാറ്റിക് ഇവൻറ്റ്സ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ലൈഫ് മൊത്തം ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ കൊണ്ട് ചിലപ്പോൾ സ്പോയിലായി പോകും. ഇവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായതിന് ഒരു പങ്ക് പേരൻസിനും ഉണ്ട്. ആ കാര്യങ്ങൾ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം പറഞ്ഞ് മനസ്സിലാക്കുന്ന ഇടയിൽ തന്നെ ഫാദർ പറഞ്ഞു, ഞാൻ എന്നാൽ കുറച്ചു നേരം പുറത്തിരിക്കണോ എന്ന് ചോദിച്ചു. ഇത് സെക്ഷൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഫാദറിന്, ഇപ്പം ഞാനൊരു സ്ത്രീ അതിനെ കൊണ്ടും ഫാദറിന് ഇരിക്കാനൊരു മടിയുണ്ട് ആക്ച്വലി, അതിനെ കൊണ്ടാണ്. അപ്പം ഞാൻ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി, നോക്കൂ, നമ്മുടെ സമൂഹത്തിൽ ഇതിനെപ്പറ്റി പറയാനും മുഖത്ത് നോക്കി ചിലപ്പം ഞാൻ പറയണ പോലെ ചിലപ്പം ലേഡീസ് ചിലപ്പോൾ ഡോക്ടർ ആയാൽ പോലും ചിലപ്പം പറഞ്ഞു തരൂല. പക്ഷെ ഇത് നിങ്ങളുടെ മോളുടെ കാര്യമാണ്, അവൾ എന്താണ് അനുഭവിച്ചതെന്ന് കുറച്ചെങ്കിലും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിൽ നിങ്ങൾക്കും പങ്കുണ്ട്, അവൾ ഇങ്ങനെ അനുഭവിച്ചില്ല. അവൾ ഇത് പറയാൻ, അവൾക്കിത് പറയാൻ, നിങ്ങളോട് പറയാൻ നല്ല നാണക്കേടുണ്ട്, അല്ലെങ്കിൽ നല്ല മടിയുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പേരൻസിൻ്റെ തുറന്നു പറയാനുള്ള ഒരു ഗഡ്സ് നമ്മളുടെ കുട്ടികൾക്കില്ല. അങ്ങനെ ഒരു ഓപ്പൺനെസ് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ആരും കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ മാറി നിൽക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ഡോക്ടറായ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ മടിയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മോളോട് നിങ്ങൾ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുക? സാരല്ല മോളെ, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ, സാരല്ല, നമ്മൾ അങ്ങനെ ഒരു സമാധാന വാക്ക് നിങ്ങൾ പേരൻസിൻ്റെ അടുത്ത് നിന്ന് പോട്ടെ, പിതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി മദർ ഇത് കേട്ടിട്ടില്ല. ഞാൻ മദറിനോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കുറ്റം പറയല്ല, പ്രോപ്പറായ സെക്ഷൽ എഡ്യൂക്കേഷൻ അവൾക്ക് കൊടുത്തിട്ടില്ല. ഏതൊരു പാരൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ ഈ ഒരു കേസിലൂടെ നിങ്ങൾ കേൾക്കുന്ന ഈ കഥ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മളുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മളുടെ അനിയത്തിമാരോ ആരാണെങ്കിലും സെക്സ് അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം മണിയറയിലേക്ക് പോകുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പ്രോപ്പറായ സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സോ അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അവരെ നമ്മൾ മണിയറയിലേക്ക് വിടാൻ പാടുള്ളൂ. ഇത് നമ്മളുടെ കടമയാണ്. നമ്മളിത് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരത് പാസ് ഓൺ ചെയ്യുള്ളൂ, നാളത്തെ തലമുറയിലേക്ക് അറിയുള്ളൂ. ഈ കുട്ടിക്ക് എല്ലാം അറിയാമെന്ന് കരുതിയിട്ട് ആരും ഈ കുട്ടിക്ക് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ പുറത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയണം, നീ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു അനുഭവം ഉണ്ടായപ്പം ഇതൊക്കെ നോർമലാണോ, ഇത് ആരോടെങ്കിലും പോയി പറയണോ, ഇതൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണോ, ഇതൊക്കെ എൻ്റെ പേരൻസിനോട് പറയാൻ പറ്റുന്നതാണോ, ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുന്നതാണോ, ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല. കുട്ടി ഫുള്ളി ട്രോമാറ്റൈസ്ഡ് ആയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനിട്ട്. അപ്പം ഇതിലൊരു പങ്ക്, ഈ കുട്ടിയുടെ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഒരു പങ്ക് പേരൻസിനും ഉണ്ട് എന്നുള്ള കാര്യം അവരെ ഞാൻ പറഞ്ഞു, നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ നിങ്ങൾ അറിയണം, ഇനി ഇതേപോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അപ്പം അവള് ഈ ഒരു ബന്ധം വേണ്ട എന്നാണ് അവൾ പറയണത്. പക്ഷെ എനിക്ക് അവളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ആ വ്യക്തിയോട് അവൾക്ക് നല്ലൊരു പേടി ഉള്ളിലുണ്ടായിട്ടുണ്ട്.
ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അവനെയും കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവൻ്റെ പ്രശ്നം, എന്ത് സെക്ഷൽ ഡീവിയൻസിൽ ഏതെങ്കിലും സൂക്കേട് അവനുണ്ടോ നോക്കിയിട്ട് നമുക്ക് തെറാപ്പിയോ കൗൺസിലിങ്ങോ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് നോക്കാം. രണ്ടുപേരും കൂടി വരണം. അതല്ലെങ്കിൽ അവൾ പറയണത് എന്താ നോക്കി അവളുടെ തീരുമാനത്തിന് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നതാവും നല്ലത് എന്ന് ഞാൻ പറഞ്ഞ് അന്ന് വിട്ടു. ഒരു 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സെഷനായിരുന്നു അന്നത്തേത്, ആദ്യം വന്ന ദിവസം തന്നെ. അതിനുശേഷം പിന്നീട് ഒരു ദിവസം ഇവര് ഫോൺ ചെയ്ത് തന്നെ അറിയിക്കുകയാണ് ഉണ്ടായത്, ഇവര് ആ ബന്ധം ഒഴിവാക്കുകയാണ് എന്നുള്ളത്. പിന്നീട് ഇവൾക്ക് വേറൊരു കല്യാണാലോചന വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനൊക്കെ, കല്യാണം എന്ന് കേൾക്കുമ്പോഴത്തേനൊക്കെ തന്നെ അവൾക്ക് നല്ല ടെൻഷനും നെഞ്ഞിടിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പേടിയും പഴയ ചിന്തകളും ആ ഒരു ഫ്ലാഷസ് ഒക്കെ മനസ്സിൽ അന്നുണ്ടായ ഓർമ്മകളൊക്കെ മനസ്സിലിങ്ങനെ വന്നിട്ട് അവൾക്ക് പേടി വരുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒരു 3-4 സെഷൻ സൈക്കോതെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് മാറി വന്നത്. പിന്നീട് അവളുടെ പേടിയൊക്കെ കുറഞ്ഞതിന് ശേഷമാണ് വീണ്ടും പാരൻസ് കല്യാണം ആലോചിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ കേസ് ഡയറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വേറൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.